ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. മാളികപ്പുറത്തേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് തൂക്കുന്നതും ഭവാൻ എന്നാണ് പറയുക. മാളികപ്പുറത്തേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് തൂക്കുന്നത് ഈശ്വരൻ തന്നെയാണോ? അത് പലപ്പോഴും മാളികപ്പുറത്തേറിയ മന്നൻ തന്നെയല്ലേ? കാരണം മാളികപ്പുറത്തേറിയ മന്നൻ അവൻ സമ്പന്നനാണ്, അതുകൊണ്ടാണ് മാളികപ്പുറത്തേറിയത്. അപ്പോൾ അയാളുടെ കയ്യിലുള്ള ആ സമ്പത്ത്, അതിൽ അയാളുടെ മൂലധനമുണ്ട്, അയാളുടെ ശിഷ്ടകാലത്തേക്ക് ജീവിക്കാനുള്ള പണം അതിലുണ്ട്. അപ്പോൾ മാളികപ്പുറത്തേറിയ മന്നൻ അയാളുടെ മുഴുവൻ പണവും അല്ലെങ്കിൽ മുഴുവൻ സമ്പത്തും അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണെങ്കിൽ, ശിഷ്ടകാലത്തേക്ക് യാതൊന്നും ബാക്കി വയ്ക്കാതെ, മൂലധനമൊന്നും എടുത്തു വയ്ക്കാതെ, അപ്പോൾ അയാൾക്ക് വീണ്ടും തോളിൽ മാറാപ്പ് തൂക്കേണ്ടി വരും. അത് ഈശ്വരൻ തൂക്കുന്നതല്ല, അയാൾ സ്വയം തൂക്കുന്നതാണ്. അയാൾക്ക് മാളികപ്പുറത്ത് തന്നെ ഏറി സ്ഥിരമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ശിഷ്ടകാലത്തേക്ക് ജീവിക്കേണ്ട പണവും അയാളുടെ മൂലധനവും ഒക്കെ സുരക്ഷിതമായി മാറ്റി വയ്ക്കേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.